ചോദിച്ചതിന് മറുപടി പറ. മറുപടി പറയാതെ നീ എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നീ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത് എന്റെ ജീവിതം. ആകാശിന്റെ മനസ്സും ആ വീടും എല്ലാം ഞാൻ ജീവിക്കേണ്ട സ്ഥലമാ. എല്ലാം എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു പോയത് നീയാ. മാഡം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. നടന്നത് എന്താണെന്ന് അറിയാതെ മാഡം എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നെ. അപ്പൊ ഒന്നും നടന്നിട്ടില്ലെന്നാണോ നീ പറയുന്നേ? നിന്റെ കഴുത്തിൽ ഈ കിടക്കുന്ന താലി ആകാശ് കെട്ടിയതല്ലേ? അവൻ ഈ താലി കഴുത്തിൽ കെട്ടിയപ്പോ സന്തോഷത്തോടെ തല കുനിച്ചു കൊടുത്തില്ലേ നീ? പറയ്. അന്ന് നടന്നത് എന്താണെന്ന് അറിഞ്ഞ മാഡം ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. നടന്നതൊന്നും എനിക്ക് അറിയണ്ട. നടക്കാൻ പോകുന്നത് മാത്രം അറിഞ്ഞാ മതി. നിന്റെ കഴുത്തി കിടക്കുന്നത് ആകാശ് കെട്ടിയ താലിയ. എന്റെ ഈ വിരലിൽ കിടക്കുന്നത് ആകാശ് എന്നെ എണീച്ച മോതിരോ. നിന്റെ കഴുത്തില് താലി കെട്ടിയെന്ന് വിചാരിച്ച് ആകാശിന്റെ മനസ്സിൽ നീയാണെന്ന് വിചാരിക്കണ്ട. ഇല്ല മാഡം, അക്കുച്ചേട്ടന്റെ മനസ്സില് ആകാശിന്റെ മനസ്സിൽ നീ ഇല്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ അതേ ആകാശിനെ കൊണ്ട് ഈ താലി ഞാൻ അഴിപ്പിക്കും. നിന്റെ വണ്ടി വാങ്ങിക്കൊണ്ടുപോകാനും നിന്നെ സഹായിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരൊക്കെ എന്നും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് നീ വിചാരിക്കണ്ട. മാഡം, എനിക്കൊന്നും അറിയില്ല മാഡം. ഞാൻ അറിയാത്ത കാര്യങ്ങളാ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ക്ഷമിച്ച എന്റെ ആകാശിനെ നിനക്ക് ഞാൻ തന്നതുപോലെയാവും. ആകാശിനെ ആർക്ക് വേണ്ടിയും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ. മാഡം, പ്ലീസ്. നീ എന്റെ ഈ ഓഫീസ് വിട്ടല്ല, എന്റെയും ആകാശിന്റെയും ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോണം. മാഡം, പ്ലീസ്, ഇങ്ങനൊന്നും പറയല്ലേ. നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? അതോ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് നിന്നെ ഇവിടുന്ന് പുറത്താക്കണോ? വേണ്ട മാഡം, ഞാൻ പോയിക്കോളാം.